ഹായ് നമസ്കാരം. നമ്മുടെ ജനനായകൻ റിലീസിനെത്തുകയാണ്. നമ്മുടെ ദളപതിയുടെ അവസാന ചിത്രമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സിനിമയാണ്. അദ്ദേഹം ഇനി രാഷ്ട്രീയത്തിൽ പൂർണ്ണമായിട്ടും ഇടപെടാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇനി വരുകയോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അദ്ദേഹം പ്രഖ്യാപിച്ച പ്രകാരം ഇത് അദ്ദേഹത്തിൻ്റെ അവസാന സിനിമാ ചരിത്രത്തിലെ അവസാന സിനിമയാണ്. ഇനി രാഷ്ട്രീയത്തിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കൂ. പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് മിസ്സാകുന്നു എന്നുള്ള വേദന അറിയാതെ തന്നെ എല്ലാവർക്കും ഉണ്ടെന്നറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്വാഗുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ സിനിമകൾ കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളോട് മലയാളികൾക്ക് വലിയ ഇഷ്ടമാണ്. മലയാളത്തിൻ്റെ വാർത്തുപുത്രൻ അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരൻ എന്നുള്ള രീതിയിലാണ് മലയാളികൾ വിജയിനെ കാണുന്നത്. വിജയൻ്റെ സിനിമ തന്നെയായിരുന്നു ഈ അടുത്ത കാലം വരെ എമ്പുരാനൊക്കെ റിലീസാകുന്നതിന് തൊട്ട് മുമ്പ് വരെ വിജയൻ്റെ സിനിമയായിരുന്നു കേരളത്തിലെ ഓപ്പണിംഗ് ഡേയിലെ ഏറ്റവും വലിയ കളക്ഷൻ. അത് 9 കോടിക്കടുത്തുള്ളൊരു തുകയായിരുന്നു. 8.85 കോടിയോ മറ്റോ ആയിരുന്നു ആദ്യ ദിന കളക്ഷൻ. ഒരു ഓപ്പണിംഗ് ഡേ കളക്ഷനായിട്ട് അന്യഭാഷാ നടൻ്റെ എന്ന് മാത്രമല്ല മലയാളത്തിലെ തന്നെയും ഏറ്റവും വലിയ കളക്ഷനായിട്ട് നിന്നിരുന്നത് ലിയോ എന്ന സിനിമയായിരുന്നു. പിന്നീട് ആ സിനിമയെ എമ്പുരാൻ കവച്ചു വയ്ക്കുകയാണ് പിന്നീട് ചെയ്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇനി വരുന്ന സിനിമ ഒരുപക്ഷെ ആ ഒരു റെക്കോർഡ് തകർത്തേക്കാം. ഇതായിരിക്കാം ഇനി വിജയൻ്റെ കരിയറിലെ ഏറ്റവും കൂടുതൽ ആദ്യ ദിന കളക്ഷൻ നേടുന്ന ചിത്രം. ചിത്രത്തിൻ്റെ ബുക്കിംഗ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചു. 1-ാം തീയതി രാത്രി 12 മണി മുതൽ ഈ ചിത്രത്തിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 60 ലക്ഷത്തിൻ്റെ ടിക്കറ്റ്, 60 ലക്ഷം രൂപ ആണ് ടിക്കറ്റ് വിൽപ്പനയുടെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞ പ്രകാരം ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് അത്ര ചെറിയൊരു കാര്യമല്ല. കാരണം ഇനിയും 8 ദിവസങ്ങളോളം സിനിമയ്ക്ക് റിലീസിങ്ങിൻ്റെ ഡേറ്റ് വരെ കാത്തിരിക്കാനുണ്ട്. അപ്പോൾ 8 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് ചിത്രം നേടിയെടുക്കാൻ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറമായിരിക്കാം. ആദ്യ ദിന കളക്ഷൻ ഒരു പക്ഷേ ഈ ചിത്രം ഒരു 10 കോടിക്കടുത്തൊക്കെ കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം നേടിയേക്കാം. മാത്രമല്ല ചിത്രത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയാൻ 50 കോടിക്കടുത്താണ് വിദേശ രാജ്യങ്ങളിൽ ചിത്രത്തിൻ്റെ വലിയൊരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഫാർസ് ഫിലിംസാണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. മാത്രമല്ല ആ ഭാഗത്ത് തന്നെ അമേരിക്കയിൽ 25 കോടിക്ക്, നോർത്ത് അമേരിക്കയിൽ 25 കോടിയാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മലേഷ്യയിൽ 12 കോടി നേടിയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കോടികൾ കൊണ്ടൊരു അമ്മാനമാടൽ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ, സിനിമ വൻ വിജയമാവുകയാണെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇത് നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ട് വരികയാണെങ്കിൽ, ആവറേജിന് മുകളിൽ വരികയാണെങ്കിൽ തന്നെ ഇത് തമിഴിലെ ആദ്യത്തെ 1000 കോടി സിനിമയാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇത് പലരും പറയുന്നു ഇത് തെലുങ്ക് സിനിമയുടെ റീമേക്കാണെന്ന്. കാത്തിരുന്ന് കാണാം അതെന്താകുമോ എന്തോ.